നമ്മുടെ നെക്സ്റ്റ് ഇംഗ്ലീഷ് ലാബ് യൂസ് ചെയ്യാനായിട്ട് മൊബൈൽ ഫോണിൽ ആക്സസ് ചെയ്യാനായിട്ട് ആദ്യമായി മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നെക്സ്റ്റ് ഒ എസ് നെക്സ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനായിട്ട് പ്ലേ സ്റ്റോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സെർച്ച് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം NEXT നെക്സ്റ്റ് ഒ എസ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെയായിട്ട് നെക്സ്റ്റ് ഒ എസ് നെക്സ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണാം, ആ ഒരു ഓറഞ്ച് കളർ. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇൻസ്റ്റാൾ. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒ എസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഒ എസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോം പേജിൽ ഈ ഒരു പേജിലായിരിക്കും നമുക്ക് കുട്ടികൾക്ക് അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറ്റുക. സോ സ്റ്റുഡൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്കൂൾ കോഡ് MTRS എന്ന് ടൈപ്പ് ചെയ്യുന്നു. അഡ്മിഷൻ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് MTRS@123 ക്യാപിറ്റൽ MTRS@123 ഇതാണ് കുട്ടിയുടെ പാസ്വേഡ്. സോ MTRS സ്കൂൾ കോഡ്, അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ സൈൻ ഇൻ. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു കറസ്പോണ്ടിങ് കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവുന്നതാണ്. അതിനുശേഷം ഹോം പേജിൽ തന്നെ മൈ കോഴ്സസിൻ്റെ താഴെയായിട്ട് നെക്സ്റ്റ് ലാബ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് കാണിക്കും മൈ കോഴ്സസിൻ്റെ താഴെ. ആ നെക്സ്റ്റ് ലാബ് ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലായി ഡെയിലി ചലഞ്ച്, ടേക്ക് ചലഞ്ച് എന്നുള്ള ഓപ്ഷൻ വരും. ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് ഡെയിലി ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷന് വന്ന് ഇംഗ്ലീഷ് ലാബിൽ വന്ന് ഡെയിലി ചലഞ്ച് അറ്റംപ്റ്റ് ചെയ്യാം. സോ ഇവിടെ ടേക്ക് ചലഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നതായിരിക്കും. നമുക്ക് ഏകദേശം ഒരു ദിവസം 8 മുതൽ 9 ക്വസ്റ്റ്യൻ വരെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൊനൗൺസ്ഡ് വേർഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇവിടെ കുട്ടികൾ അവർ ആ വേർഡ്സ് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം താഴെ ഒരു ആരോ ഉണ്ട്, റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ കുട്ടികൾക്ക് ആ നൈദർ എന്നുള്ള വേർഡിൻ്റെ താഴെ കാണുന്ന ആ ഒരു ലൗഡ് സ്പീക്കർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ ലിസൺ ചെയ്യാം. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവർക്ക് ആ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യാം. അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന ആ ഒരു റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നാവിഗേറ്റ് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്കും 4ാമത്തെ ക്വസ്റ്റ്യനിലേക്കും അങ്ങനെ ആ കറസ്പോണ്ടിങ് ദിവസത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് 9 ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് എൻഡ് ചലഞ്ച് എന്നുള്ള ആ ഒരു ഗ്രീൻ കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡെയിലി ചലഞ്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും കുട്ടികൾക്ക് എല്ലാ സ്കിൽസും ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഡെയിലി ചലഞ്ച് എന്ന് പറയുക. ഇനി ഇത് കൂടാതെ തന്നെ ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മറ്റ് ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സെൽഫ് സ്റ്റഡി എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. സോ സെൽഫ് സ്റ്റഡിയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്കിൽ ലേണിംഗ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാ സ്കില്ലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ലിസണിങ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ടൂള്, സ്പീക്കിങ്ങിനായിട്ട് 10 ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊനൗൺസ്ഡ് വേർഡും പ്രൊനൗൺസ്ഡ് സെൻറ്റൻസും കാണാം. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പീക്കിങ്ങിലെ 10 ടൂൾസും കാണാനായിട്ട് പറ്റും. സോ അങ്ങനെ എല്ലാ ടൂൾസും കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ്ങിന് 6 ടൂൾസ് ഉണ്ട്. നമ്മൾ വലത്തേക്ക് റീഡിങ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ്ങിലെ 6 ടൂൾസും കാണാനായിട്ട് പറ്റും. ദെൻ റൈറ്റിംഗ്, ഗ്രാമർ, വൊക്കാബുലറി. അപ്പോൾ നമ്മൾ ഡെയിലി ചലഞ്ച് തരുന്നത് കൂടാതെ കുട്ടികൾക്ക് എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിൽ ലേണിംഗ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ മുകളിൽ കാണുന്ന ബാക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് വരാം. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് ഹോം പേജിലെത്തി. ഈ ഇടതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ഫോട്ടോ ഉള്ള ആ ഒരു ഐക്കണാണ് പ്രൊഫൈൽ ഐക്കൺ എന്ന് പറയുന്നത്. ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോമൺ പാസ്വേഡായിട്ട് MTRS@123 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ് കൊടുത്ത് അത് കൺഫേം ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആ പുതിയ പാസ്വേഡൊന്ന് കുറിച്ച് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇനി ഒരു ഡിവൈസിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റുഡൻസിനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെയിം ഫോണിൽ തന്നെ, ഇപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടെന്ന് ആ കേസിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന സ്വിച്ച് ഓർ ആഡ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ, ആ ഒരു സ്വിച്ച് ഓർ ആഡ് അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അടുത്ത കുട്ടിയെ ആഡ് അനദർ അക്കൗണ്ട് എന്ന് വരും. ആ ആഡ് അനദർ അക്കൗണ്ടിൽ നിന്ന് പുതിയ ഒരു കുട്ടിയുടെ പ്രൊഫൈലും ഈ സെയിം ആപ്പിൽ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ സ്റ്റുഡൻസിന് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്.